സങ്കീർത്തനം 139 13 വായിച്ച്, ഇപ്പോൾ വായിച്ചത് 16 13 വായിച്ച്. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ ദൈവം എന്ത് ചെയ്തു? മെനഞ്ഞെടുത്തു. എന്താ ചായ മെനഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ? സൃഷ്ടിക്കുക ആണോ? അല്ല. മെനഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് രൂപപ്പെടുത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? മെനയുക എന്ന് പറയുന്നത്. ഉണ്ടാക്കുന്നതും മെനയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചേ, ഈ മൈക്രോഫോൺ ഇത് ഉണ്ടാക്കിയതാണോ ഇത് മെനഞ്ഞതാണോ? ഇത് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ഇതേ കമ്പനിയുടെ 10 മൈക്രോഫോൺ എടുത്ത് ഇങ്ങനെ നിരത്തി വെക്കണം. 10 എങ്ങനെ ഇരിക്കും? ഒരുപോലെ ഇരിക്കും. അതേ സമയത്ത് അമ്മമാരൊക്കെ ശർക്കരയും തേങ്ങയൊക്കെ കുഴച്ച് ചൂടുവെള്ളത്തിൽ അരിപ്പൊടി കുഴച്ച് കൈ കൊണ്ട് ഉരുട്ടി കൊഴുക്കൊട്ട ഉണ്ടാക്കും. കൊഴുക്കൊട്ട ഇനി ഉണ്ടാക്കുമ്പോൾ ഒരു 10 എടുത്ത് നിരത്തി വെക്കണം. 10 എങ്ങനെ ഇരിക്കും? 10 ഷേപ്പായിരിക്കും. ചോദിക്കട്ടെ, അപ്പച്ചനെ പോലെ ഒരാളെ അപ്പച്ചൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. കറക്റ്റാണ്, ഇല്ല. എന്താ കാരണം? മെനഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ ദൈവം മെനഞ്ഞെടുത്തു. ഇതിന് പറയുന്നവരാണ് അനന്യത എന്ന് പറയും. അനന്യനാണ്. സുനിലിനെ പോലെ ഒരാൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടും ഉണ്ടാകത്തുമില്ല. അപ്പം ദൈവം അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ പേരെന്താണ്? ലൈജു. ആരാണ് ദൈവം? ദൈവത്തെ എന്തെന്ന് വിളിക്കണമെന്ന്? അപ്പൻ. കറക്റ്റ്. അപ്പനാണ് ദൈവം. എന്താണ് അപ്പൻ പറഞ്ഞത്? സുനിലെ, അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഞാൻ മെനഞ്ഞെടുത്തടാ. നീ അനന്യനാണ്. നിന്നെപ്പോലെ വേറൊരാൾ. എൻ്റെ കഥ പറയാം. ഞങ്ങൾ പാലാക്കാരായിരുന്നു. പാലായിൽ നിന്ന് ഹൈ റേഞ്ചിന് ഞാൻ പറഞ്ഞ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ പറഞ്ഞാണ് കുടിയേറുക എന്ന് പറഞ്ഞാൽ അറിയാവോ? എന്താ? ഇവിടെ നിന്നെല്ലാം വിറ്റ് അങ്ങോട്ട് പോവുക. അല്ല. കുടിയേറുക എന്ന് പറഞ്ഞാൽ പാലായി കുടി കൂടി അങ്ങനെ എൻ്റെ വെല്ലുപ്പനായിട്ട് ഹൈ റേഞ്ചിന്. എൻ്റെ അപ്പന അവിടുന്ന് പിന്നെ പോയി കട്ടപ്പന. ഞങ്ങളുടെ തറവാടെന്ന് പറഞ്ഞാൽ ഒരു 50 ഏക്കർ ഏലത്തോട്ടം, കുരുമുളക് തോട്ടം വേറെ. അപ്പൻ്റെ പെങ്ങൾ അന്നത്തെ കാലത്ത് അമേരിക്കയിൽ. ഇവരുടെയൊക്കെ കൊച്ചുമക്കൾ ഈ തറവാട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അപ്പൻ എന്നെ ചെയ്തു. അപ്പൻ്റെ 10 വയസ്സിൽ എൻ്റെ ദാരിദ്ര്യം കൂടപ്പുറപ്പ്. അവിടെ പള്ളിയിലെ പള്ളിക്കൂടമില്ല. അപ്പോൾ അപ്പൻ എന്നെ ചെയ്തു, എന്നെ കൊണ്ട് തറവാട്ടി വിട്ടു. ഞങ്ങളുടെ വെല്ലുമ്മയാണ് ഈ കൊച്ചുമക്കളെയൊക്കെ ചാർജ്. ഞങ്ങളുടെ വെല്ലുമ്മ എന്ന് പറഞ്ഞാൽ പാലാക്കാരിയാണ്. ഒരു 25 എണ്ണത്തിൽ ഒരുപോലെ വളർത്തും. ആ സൈസ് വെല്ലുമ്മയാണ്. വെല്ലുമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, കുറ്റമല്ല, മരിച്ചുപോയി കേട്ടാ. വെല്ലുമ്മയുടെ പ്രശ്നം എന്താണെന്നറിയോ? വെല്ലുമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മക്കളേതാണെന്നറിയോ? അമേരിക്കയിലുള്ള മക്കൾ നിറവും കളറും ഇങ്ങനെ ഗ്രേഡ് അനുസരിച്ചാണ്. വീട്ടിലാരെങ്കിലും വന്ന കൊച്ചുമക്കൾ ഞങ്ങൾ 8-9 ഉണ്ട്, എല്ലാം ഓടി വരും. അപ്പോൾ വന്നേക്കുന്ന ആൾ ചോദിക്കും, ഈ പിള്ളേർ ഏതാ? വെല്ലുമ്മ ആദ്യം പരിചയപ്പെടുത്തുന്ന അമേരിക്കക്കാരത്തിൻ്റെ മകളെയാണ്. പിന്നെ ഇങ്ങനെ ഗ്രേഡ് അനുസരിച്ച് എന്നെ പരിചയപ്പെടുത്താറില്ല. ഇതിലേറ്റവും പൊക്കമുള്ളത് എനിക്കാണ്. വെല്ലുമ്മ പറയുന്ന വാക്കുണ്ട്, ഒരു പൊട്ടനാണ്. എൻ്റെ നിപ്പ് കണ്ടാലും അറിയും ഒരു പൊട്ടനാണ്. കാരണം ഈ ഏപ്രിൽ അപ്പം വന്ന അടുത്ത ഏപ്രിലിൽ വരുമ്പോഴാണ് എനിക്ക് നിക്കറും ഷർട്ടും. റെഡിമെയ്ഡൊന്നുമില്ല. വെള്ളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പണ്ടത്തെ നെക്സലൈറ്റ് സ്റ്റീഫൻ്റെ നാട്. അവിടെ വന്നിട്ടാണ് അപ്പം തുണി എടുക്കുന്നത്. എന്നാൽ എന്നെയും കൂടെ കൊണ്ടുപോയി അളവെടുത്ത് അതൊന്നും അതിനറിയത്തില്ല. ഒരു വർഷത്തെ എൻ്റെ കോട്ട 2 നിക്കറും 2 ഷർട്ടുമാണ്. അപ്പം തുണിക്കടയിൽ കയറിയിട്ട് പറയും 2 ഷർട്ടിനുള്ള തുണി തരാൻ പറയും. എന്നാൽ 2 കളറിൽ 2 പീസ് എടുക്കണ്ട, അത് ചെയ്യത്തില്ല. നീലയാണ് ഒരൊറ്റ പീസാണ് 2 ഷർട്ടിനുള്ള തുണി. 2 നിക്കറെന്ന് പറഞ്ഞാൽ കറുപ്പും ചുമലും 2 പീസ്, അത് ചെയ്യത്തില്ല. കറുത്തതാണ് അതൊരു ഒറ്റ പീസാണ് 2 നിക്കറിനുള്ള തുണി. എന്നാൽ എന്നെയും കൂടെ തയ്യക്കടയിൽ കൊണ്ട് അളവെടുത്ത് തയ്പ്പിച്ചില്ല, അത് ചെയ്യത്തില്ല. അപ്പൻ്റെ അനിയൻ്റെ കൊടുത്തേച്ച് പറയും അത് അവന് തയ്പ്പിച്ച് കൊടുത്തേക്കാൻ. അങ്ങേരെ എന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോകാറില്ല. അങ്ങേർക്കറിയത്തില്ല ഇത് 2 ഷർട്ടാണോ 1 ഷർട്ടാണോ. അങ്ങേര് 2 ഷർട്ടിനുള്ള തുണി തയ്യക്കടയിൽ കൊണ്ടേ കൊടുത്തേച്ച് പറയും ഇത് വെച്ചോട് ഷർട്ട് അങ്ങോട്ട് തയ്ച്ചേക്കാൻ. ആ ഷർട്ടിട്ട് അപ്പൻ്റെ നിക്കറിടേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്നെ നോക്കുന്ന ആൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും സാരമായ എന്തോ കംപ്ലൈൻറ്റ് എനിക്ക് ഉണ്ട്. സ്കൂളിൽ കൊണ്ട് ചേർത്തത് അപ്പൻ്റെ അനിയൻ. ചുമ്മാ പ്രൈവറ്റ് സ്കൂളാണ്, പേര് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങേര് ആദ്യം പറഞ്ഞു കൊടുത്തത് ഈ അമേരിക്കക്കാരത്തിയുടെ മകളുടെ പേരാണ് അങ്ങേര്. പിന്നെ ഇങ്ങനെ ഗ്രേഡ് അനുസരിച്ച് എൻ്റെ പേര് പറഞ്ഞു കൊടുത്തത് പറഞ്ഞ ഐക്യു അല്പം കുറവാന്ന് പറഞ്ഞു. എൻ്റെ നിപ്പ് കണ്ടതേ അവർക്ക് മനസ്സിലായി, ഐക്യു അല്ല മൊത്തത്തിൽ അല്പം കുറവാണ്. അതുകൊണ്ട് 6ാം ക്ലാസ് വരെ വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരും എന്നെ ഭാരപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും ബാക്കിലാണ് എൻ്റെ സീറ്റ്. എൻ്റെ ഡ്യൂട്ടി എന്നാണെന്നറിയോ? ഞങ്ങളുടെ സ്കൂളിൽ പിയൂണില്ല. പിയൂണിൻ്റെ ഡ്യൂട്ടി എൻ്റെ ഡ്യൂട്ടി. ടീച്ചേഴ്സിന് ചായ മേടിക്കുക, മിറ്റം അടിച്ചിടുക, ബെഞ്ച് പിടിച്ചിടുക. ഇടുക്കിയിലെ മഴയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മഴ പോലെയല്ല, പെയ്താൽ തോരത്തില്ല. എനിക്ക് മാത്രം കുടയില്ല. ഞാൻ ഈ പിള്ളേരുടെ കൂടെ കയറും സ്കൂളിലേക്ക്. ഒരുപാട് ദൂരമുണ്ട്, മലയാണ്. സ്കൂളിൽ ചെല്ലുമ്പോഴത്തേന് ഈ കോഴി വെള്ളത്തിൽ വീണുകൊണ്ടിരിക്കും നനഞ്ഞു കൊടുത്തിട്ട്.
ടീച്ചർ ഓർക്കണേ ഞാൻ കളിച്ചിട്ടാണ് വരുന്നത്. എന്നെ ഇറക്കി പരാന്തിയെ നിർത്തും. പോകുന്ന ടീച്ചേഴ്സൊക്കെ ചോദിക്കും, ഇതെന്നാ കോലവാടാ, ഇതെന്നാ കോലവാ. കുറേ കഴിയുമ്പോൾ ഞാനും ഓർക്കും, ഇതെന്നാ കോലവാ. വീട്ടിൽ വന്നാലോ 50 ഏക്കറാണ് റബ്ബറും കശുമാവും. 50 ഏക്കറുണ്ട്, 30 പണിക്കാരുണ്ട് ഇത് പെറുക്കാനൊക്കെ. ഈ ജൂൺ ജൂലൈ ആകുമ്പത്തിന് ഇതിങ്ങനെ പൊഴിഞ്ഞു വീഴും കശുവിനുണ്ട്. എന്നാലും വെല്ലുമ്മ എന്നെ മാത്രം വിളിക്കും. ബാക്കിയൊക്കെ വിലപ്പെട്ടവരുടെ വിലപ്പെട്ട മക്കളാണ്. എന്നെ വിളിച്ചിട്ടൊരു ബക്കറ്റ് എടുത്തിട്ട് തന്നിട്ട് പറയും, നിറയെ പെറുക്കിക്കൊണ്ട് വന്നിട്ട് ഭക്ഷണം തരാം. ബാക്കിയൊക്കെ വിലപ്പെട്ടവർ, അവരെ ആരെയും പിടിയല്ല. ഞാൻ സന്ധ്യ വരെ പെറുക്കും, പെറുക്കിയാലൊന്നും തീരിയല്ല, അതുപോലെ വീണ് കിടക്കുകയാണ്. പെറുക്കിക്കൊണ്ട് വരുമ്പോഴോ ചെറുപ്പത്തിൽ ഡൈനിങ് ടേബിളിൽ വെച്ച് ഭക്ഷണം തന്നിട്ടില്ല, തരിയല്ല. പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമുണ്ട്, ചാർത്തെന്നൊക്കെ പറയും. അവിടെ കൊണ്ട് കൊരണ്ടിയിട്ടിട്ട് നിലത്തിരുത്തും. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നല്ല ഭക്ഷണം ചെറുപ്പത്തിൽ കഴിച്ചിട്ടില്ല. ഈ പണിക്കാർക്ക് കൊടുക്കുന്നതിന് മിച്ചം കിടപ്പ് കാണും. അതിങ്ങനെ ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവർ. അത് കോരിത്തരും, അത് വയറ് നിറ തരത്തില്ല. തന്നാൽ ഞാനിത് പറിക്കുകയില്ല. 9 മണി വരെ ഇരുത്തി എന്നെ കൊണ്ട് ഇത് പറിപ്പിക്കും. 9 മണിയാകുമ്പോഴോ കിടക്കാൻ പാടില്ല, കട്ടിലേ ഇരിക്കാൻ പാടില്ല, മുറിയിലൊന്നും അങ്ങനെ കയറാൻ പാടില്ല. എനിക്ക് മാത്രം ചുരുട്ടി കട്ടിലിൻ്റെ കീഴെ വെച്ചിട്ടുണ്ട്. ഞാനത് വിരിച്ചിട്ട് കിടക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, 2ാം ക്ലാസ്സിൽ 2 രൂപയാണ് പരീക്ഷ ഫീസ്. ആ സ്കൂളിൽ ആ ക്ലാസ്സിൽ പരീക്ഷ എഴുതാത്ത ഏക വ്യക്തി ഞാനാണ്. എന്നോട് ടീച്ചർ പറഞ്ഞ് ഇറങ്ങിപ്പോക്കോളാൻ. എന്നാൽ അവർ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചോദിക്കാനുള്ള വില എനിക്കില്ല. അപ്പൻ്റെ പെങ്ങടെ മോള്, ആ പെണ്ണിപ്പോൾ അമേരിക്കയിലാണ്. അവളും ഞാനും ഒരു പ്രായം ഒരു ക്ലാസ്സിലാണ്. അവൾ വീട്ടിൽ ചെന്നപ്പം വല്യമ്മയോട് പറഞ്ഞു, എന്നെ സുനി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, സുനിയെ പരീക്ഷ എഴുതിച്ചില്ല. അപ്പോൾ വല്യമ്മ പറഞ്ഞ്, അവൻ IPS IAS ഒന്നും ആകാൻ പോകുന്നില്ല. ഇന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിക്കണ്ടേ? അതുകൊണ്ട് എല്ലാവരും 3 കയറിയപ്പോൾ ഞാൻ 2 തന്നെ ഇരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയോ? 10ാം ക്ലാസ് വരെ പഠിക്കാനേ എനിക്ക് പറ്റിയുള്ളൂ. 10 വെച്ച് പഠിത്തവും നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ധ്യാനം കൂടുന്നത്. ആ ധ്യാനത്തിൽ വെച്ച് ഞാൻ അന്ന് കേട്ടു, സുനിലെ, നീ ജോണിൻ്റെ മകനല്ല. എൻ്റെ അപ്പൻ്റെ പേര് ജോൺ എന്നാണ്. നീ ജോണിൻ്റെ മകനല്ല, നീ എൻ്റെ മകനാണ്. അന്നാണ് ഞാൻ ദൈവത്തെ അപ്പാന്ന് വിളിച്ചത്. നിങ്ങൾക്കറിയണോ, ഞാൻ കുമ്പസാരത്തിന് പോയപ്പോൾ പൊട്ടിക്കരഞ്ഞു. അച്ഛൻ എന്നെ കുമ്പസാര കൂട്ടിയിരുന്നു, മോനെന്തിനാണ് കരയുന്നത്? ഞാൻ പൊട്ടിക്കരഞ്ഞു. വേറൊന്നുമായിട്ടില്ല, എനിക്കിതങ്ങോട്ട് ഒരു ഭയങ്കര ഫീലിങ്. ഞാൻ ചാപ്പിൽ കുമ്പസാരം കഴിഞ്ഞ് ചാപ്പിൽ പോയി ഉറങ്ങിപ്പോയിട്ട് 2 മണിക്കൂർ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ചുമ്മാ ഉറക്കമല്ലത്, എൻ്റെ ഉള്ളിലെ ആശ്വാസമായിരുന്നു പ്രിയപ്പെട്ടവരെ. അന്ന് ഞാൻ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു. അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അപ്പൻ ജോണല്ല. അതിപ്പിന്നെ ഇന്ന് വരെ ഞാൻ എൻ്റെ അപ്പൻ എൻ്റെ തമ്പുരാനാണ്. എന്നിട്ടോ സ്വർഗത്തിലെ അപ്പം പറഞ്ഞു, മോനെ, അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഞാൻ മെനഞ്ഞെടുത്തടാ, നീ പൊട്ടനല്ല, നീ പൊട്ടനല്ല. നിനക്ക് തന്നിരിക്കുന്ന ഒന്നും ഞാൻ മറ്റാൾക്കും കൊടുത്തിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? യേശുദാസ് പാടുന്നോലൊന്ന് പാടണമെന്നായിരുന്നു. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. 6ാം ക്ലാസ്സിൽ വെച്ച് ബയോളജി പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ്സിൽ വന്നു. പഠിപ്പിച്ചിട്ടിങ്ങനെ പരിചയപ്പെടാൻ വരിക. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറേ, ഞാനൊന്ന് പാടിക്കോട്ടെ? ടീച്ചർ കൊടുത്ത സ്കൂളിലെ ആസ്ഥാന ഗായകനോ വല്ലതും ആയിരിക്കും. ടീച്ചർ പറഞ്ഞു പാടാൻ. കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു നിർത്താൻ. എന്നെ പറഞ്ഞു പാറയിലിട്ട് ചരട്ട് ഉറക്കുന്നില്ല, അവിടെ ഇടുമെന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഞാൻ അധികം വാ തുറക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരന്മാർ എനിക്ക് കിട്ടുന്ന പേരെന്നറിയോ? വികാരമില്ലാത്ത ജീവി എന്നായിരുന്നു. പക്ഷെ ധ്യാനം കൂടിയപ്പോഴോ എൻ്റെ സ്വർഗത്തിലെ അപ്പം പറഞ്ഞു, മോനെ, നിനക്ക് തന്നേക്കുന്ന സ്വരം ഈ ലോകത്തിൽ ഞാൻ മറ്റാൾക്കും കൊടുത്തിട്ടില്ലടാ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ പാടുന്ന പോലെ യേശുദാസിന് പാടാൻ പറ്റുമോ? അയാളുടെ ജന്മത്തിൽ കിടക്കുകയല്ല ഞാൻ പാടുന്ന പോലെ പാടാൻ. അപ്പം പിന്നെ അയാൾ പാടുന്ന പോലെ പാടേണ്ട കാര്യം എനിക്കുണ്ടോ? ഇല്ല. എൻ്റെ സ്വരം നല്ലതാണ് പ്രിയപ്പെട്ടവർ. എൻ്റെ പ്രസംഗം ആരോ യൂട്യൂബിലിട്ട് ഓടണം. യൂട്യൂബിലിട്ട് 5 ലക്ഷം പേരുണ്ട്. 5 ലക്ഷം പേരുണ്ട്. 2 പിതാക്കന്മാരെന്നെ വിളിച്ച് 5 ലക്ഷം പേരുണ്ട്. ഒരാൾ എനിക്ക് വിട്ടു തന്നു. ഞാൻ രാവിലെ നോക്കിയപ്പോൾ ചങ്ങനാശ്ശേരി രൂപതയിലെ ഒരച്ഛൻ, പോളച്ചൻ, ഇപ്പോൾ തിരുവനന്തപുരത്ത് കോളേജിൽ വർക്ക് ചെയ്യുന്നു, രാജസ്ഥാനിൽ നിന്ന് തന്നെ വിളിച്ച്. അച്ഛൻ രാവിലെ ഏറ്റിട്ട് അച്ഛൻ തലേദിവസം പ്രാർത്ഥിച്ചിട്ട് കിടന്നു. ഈ ഭാഷ ഒരു ഇടവക ധ്യാനം നടത്താൻ ഒരാളെ, പോളച്ചൻ, വീട്ടുപേര് ഞാൻ മറന്നുപോയി, ഒരാളെ കിട്ടണമെന്ന്. അച്ഛൻ രാവിലെ എടുത്ത് ഫേസ്ബുക്ക് നോക്കിയപ്പം ആ ടോക്കാണ്. അന്നേരം വിളിച്ചെന്നെ. ഞാൻ പോയി ധ്യാനം നടത്തി കൊടുത്തു. ഞാനിത് പറഞ്ഞതെന്നറിയോ? അന്നാണ് എനിക്ക് മനസ്സിലായത്, എന്നെപ്പോലെ വേറെ ആളില്ല. കണ്ടോ, എനിക്ക് തന്നിരിക്കുന്ന ഒന്നും മറ്റാൾക്കും കൊടുത്തിട്ടില്ല. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി, 10 വരെ പഠിച്ചാൽ മതി, ദൈവം അതേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നെപ്പോലെ വേറെ ആളില്ല. അപ്പം എനിക്ക് എന്തെങ്കിലും പൊക്കം, എനിക്ക് എന്തെങ്കിലും കളറ്. നമ്മുടെ പ്രശ്നം എന്നറിയോ ചായ? നമ്മൾ അടുത്തിരിക്കുന്ന ആളെ നോക്കുമ്പം അവനുണ്ട്, എനിക്കില്ല. കറക്റ്റ്. പള്ളി ചെല്ലുമ്പോൾ അടുത്ത് നിൽക്കുന്നവൾ ഇവിടം തുടങ്ങി ഇവിടം വരെ, എന്നിട്ട് ഇങ്ങനെ ഹാലലിയ പറയുന്നു.
എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയും ഇത്രയും കാലമായിട്ട് എനിക്ക് ഉണ്ട്, ഇത് മതി എന്ന് തോന്നിയിട്ടുണ്ടോ? സ്വർണം മതി എന്ന് തോന്നിയിട്ടുണ്ടോ? ആ നിവൃത്തിയില്ലാത്തോണ്ട് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ഇന്ന് വരെ ഇത് മതി എന്നൊരു വാക്കില്ലെന്ന്. ഞാൻ ദുബായിൽ ഒരു വലിയ ജുവലറി, അവരുടെ എല്ലാ ഹെഡ് ഓഫീസും ദുബായിലാണ്. 39 ജുവലറി ഉണ്ട് കേട്ടാ. 3 ദിവസത്തെ ധ്യാനമെല്ലാം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനോട് അയ്യോ ബ്രദറിനുള്ള കടപ്പാട് തീരിയല്ല, അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു എനിക്കും കടപ്പാട് തീരിയല്ലെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പ്രാർത്ഥിക്കണം. അപ്പം ഞാനോടത്ത് ഈ നിർത്താനായിരിക്കും, കാരണം ഒരു മകനേ ഉള്ളൂ. ഞാനും കൂടി മാനസാന്തരപ്പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നോട് പ്രാർത്ഥിക്കണം. ഞാൻ എന്തിനാണ്? മലേഷ്യയിൽ ഒരെണ്ണം തുടങ്ങാനാണ്. ഞാനെന്നൊരു ഓർത്ത് ഈ ദാരിദ്ര്യവാസിയോട് 3 ദിവസം. ഒരു മകൻ 39 ഉണ്ടായിട്ടും തൃപ്തിയില്ല. ചായ നമ്മൾ പറഞ്ഞോ ഇത്രയും സ്ഥലം മതി, ഈ സമ്പത്ത് മതി എന്ന് പറഞ്ഞോ? ഉണ്ട് ആണോ? എന്തോ ബാത്റൂം ആണോ മതി എന്ന് പറഞ്ഞ്. അപ്പൊ ഈ ധ്യാനം കഴിയുമ്പോൾ മിച്ചമുള്ളത് എന്തോ ആണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അച്ഛൻ അതാണ് കറക്റ്റ്. എന്തോ മതി. നമ്മുടെ മനസ്സ് ഇന്നത്തെ പ്രശ്നം എന്നറിയോ? മനുഷ്യന് തൃപ്തിയില്ലപ്പാ. അപ്പനെത്ര സമൃദ്ധിയായിട്ടാണ് പറയുന്നത്. എന്തോ മതി മക്കളെ. എന്തോ അതുകൊണ്ട് ഭർത്താവിനോട് പറയണം കേട്ടോ, ഈ ധ്യാനം കഴിയുമ്പോൾ ഇത്രയും സ്നേഹം. നമ്മുടെ പ്രശ്നം എന്നറിയോ? ആ മനുഷ്യനെ എത്ര സ്നേഹിച്ചാലും പറയും ബ്രദറേ. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു ഇത് മതി, ഭാര്യയോട് പറഞ്ഞു ഇത് മതി, സത്യമാണ്. അതുകൊണ്ട് അമ്മച്ചി ഈ ധ്യാനം കഴിഞ്ഞ് ഇന്ന് ചെല്ലുമ്പം എന്തു പറയണം? ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കണം കേട്ടാ. സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഞാനീയുടെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് അവൻ്റെ ഷോക്കേസിൽ 5 തേപ്പൂട്ടി ഇരിപ്പുണ്ട്. 5 തേപ്പൂട്ടി. പുതിയ വീടാണ്, അവനത് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അന്ന് രാത്രി അവൻ 4 എടുത്ത് ഓരോരുത്തർക്ക് കൊണ്ട് കൊടുത്ത കിട്ടിയ ഒരാൾ എന്നെ വിളിച്ച് പറ്റുമെങ്കിൽ ഈ ഭാഗത്തും കൂടെ വന്നൊന്ന്. മനുഷ്യന് തൃപ്തിയില്ലപ്പാ, തൃപ്തിയില്ല. എത്ര കിട്ടിയാലും പോരാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പച്ചയായിട്ട് പറഞ്ഞു, നമുക്ക് പ്രസംഗിക്കാൻ പോലും വിഷമമാണ് പ്രിയപ്പെട്ടവരെ. പ്രസംഗിക്കാൻ പോലും വിഷമമാണ്. കാരണം ആരും തൃപ്തരല്ല, ധ്യാനഗുരുക്കന്മാരും തൃപ്തരല്ല.